പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സുപ്രിയ മിസ്സച്ച, രാജീവച്ച, സ്നേഹം നിറഞ്ഞ സിസ്റ്റേഴ്സ്, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, യുവജനങ്ങളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഏറ്റവും മനോഹരമായ ആരാധന ക്രമത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം യേശു മരിച്ചു എന്നതിലല്ല, മരണത്തിന്മേൽ വിജയം വരിച്ചുകൊണ്ട് അവിടുന്ന് ഉത്ഥാനം ചെയ്തു എന്നുള്ളതാണ്. ഈ ഒരു വിശ്വാസം ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ രാത്രിയിലെ ജാഗരണത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. പഴയ നിയമത്തിൽ രാത്രിയിൽ ഉറക്കമടിച്ചിരുന്ന പെസഹ ആചരിച്ച യഹൂദജനം ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നുപോയി. നമ്മൾ ആ ഓർമ്മ ഉള്ളിൽ പേറിക്കൊണ്ട് ജാഗരമനുഷ്ഠിച്ചുകൊണ്ട് പാപത്തിന്റെയും മരണത്തിന്റെയും ഒക്കെ അടിമത്തത്തിൽ നിന്ന് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു പോകുന്ന ദിവസമാണ്. ഇവിടെ ആശീർവദിക്കുന്ന തീയിൽ നിന്ന്, പുത്തൻ തിരിയിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും ഓരോ മെഴുകുതിരി കത്തിച്ചെടുക്കും. ഇപ്പോൾ മുതൽ ഞാൻ ക്രിസ്തുവിന്റെ പ്രകാശത്തിൽ നടക്കുവാൻ തയ്യാറാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഉദ്ധാരം ചെയ്ത യേശുവിനെ ജീവിതത്തിലേക്ക് പ്രകാശമായി സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ നോമ്പ് ആചരണത്തിന്റെ യഥാർത്ഥ ലക്ഷ്യങ്ങളിലേക്ക് പ്രവേശിക്കുക. നവീകരിക്കപ്പെട്ട വ്യക്തിത്വങ്ങളുടെ ഉടമകളായി ജീവിക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുക്കർമ്മങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്ന ബഹുമാനപ്പെട്ട സുപ്രിയ സച്ചിനെയും രാജീവച്ചനെയും നിങ്ങളുടെ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം ഇന്നത്തെ തിരുക്കർമ്മങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരേ ഹൃദയത്തോടെ ഈ തിരുക്കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കാം. വത്സല സഹോദരരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നുപോയ പരിപാവനമായ ഈ രാത്രിയിൽ ജാഗരത്തിനും പ്രാർത്ഥനയ്ക്കും ഒരുമിച്ച് വരുവാൻ ലോകമെന്നും ചിതറിക്കിടക്കുന്ന മക്കളെ സഭ ക്ഷണിക്കുന്നു. വചനം ശ്രവിച്ചുകൊണ്ടും അവിടുത്തെ രഹസ്യം അനുഷ്ഠിച്ചുകൊണ്ടും കർത്താവിന്റെ പെസഹ ഇപ്രകാരം അനുസ്മരിക്കുമ്പോൾ അവിടുത്തെ മരണത്തിന്മേലുള്ള വിജയത്തിൽ പങ്കാളികളാകാനും അവിടുത്തോടൊത്ത് ദൈവത്തിൽ ജീവിക്കുവാനുള്ള പ്രത്യാശ നമുക്ക് കൈവരും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ പ്രിയപുത്രൻ വഴി അങ്ങേ മഹത്വത്തിന്റെ അഗ്നി വിശ്വാസികളിൽ ചൊരിഞ്ഞുവല്ലോ. ഈ പുത്തൻ തീ ആശീർവദിക്കണമേ. ഈ പെസഹ മഹോത്സവം വഴി സ്വർഗീയ അഭിലാഷങ്ങൾ പ്രോജ്വലിപ്പിക്കുന്നത് പോലെ നിർമ്മല മാനസരായി നിത്യമായ മഹത്വത്തിന്റെ ആഘോഷത്തിൽ എത്തിച്ചേരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. പെസഹ തിരി ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ പ്രതീകമാണ്. പുത്തൻ തിരിയിൽ ക്രിസ്തുവിന്റെ രക്ഷാകരമായ കുരിശിന്റെ അടയാളവും ഗ്രീക്ക് അക്ഷരമാലയിലെ ആദ്യത്തെയും അവസാനത്തെയും അക്ഷരങ്ങളായ ആൽഫയും ഒമേഗയും രേഖപ്പെടുത്തിയിട്ടുണ്ട്.
കർത്താവിന്റെ 5 തിരുമുറിവുകളെ ഓർമ്മിപ്പിക്കുന്ന 5 കുന്തിരിക്ക ഗോളങ്ങളും ഈ തിരിയിലുണ്ട്. ഇത് കർത്താവിന്റെ വർഷം ആന്നോ ഡോമിനി എന്ന കാര്യവും പെസഹ തിരിയിലൂടെ നാം അനുസ്മരിക്കുന്നു. ക്രൂശിതനായവനാണ് ഉയർത്തെഴുന്നേറ്റതെന്നും അവിടുന്ന് ലോകത്തിന്റെയും ചരിത്രത്തിന്റെയും ജീവിതത്തിന്റെയും ആദിയും അന്തവുമാണെന്നും മരണത്തെയും ജയിച്ച് അവിടുന്ന് ഇന്നും ജീവിക്കുന്നുവെന്നും ഈ പ്രതീകങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. കുരിശ് വരച്ചും പ്രാർത്ഥന ചൊല്ലിയും ധൂപിച്ചും പുരോഹിതൻ പെസഹ തിരി ആശീർവദിക്കുന്നു. തുടർന്ന് പുത്തൻ തീയിൽ നിന്ന് പെസഹ തിരി കത്തിക്കുന്നു. ക്രിസ്തു ഇന്നലെയും ഇന്നും ആദിയും അന്ത്യവും അൽഫായും ഒമേഗായും അവിടുത്തേതാണ് കാലങ്ങളും യുഗങ്ങളും. അവിടുത്തേക്ക് മഹിമയും ആധിപത്യവും എന്നുമെന്നേക്കും ആമേൻ. കർത്താവായ ക്രിസ്തു തന്റെ മഹിമയേറിയ തിരുമുറിവുകൾ വഴി നമ്മെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. മഹത്വത്തോടെ ഉയർത്തെഴുന്നേൽക്കുന്ന ക്രിസ്തുവിന്റെ ദീപ്തിപൂരം ഹൃദയത്തിന്റെയും മനസ്സിന്റെയും കൂരിരുൾ നീക്കുമാറാകട്ടെ. ഉയർത്ത ക്രിസ്തുവിന്റെ പ്രതീകമായ ഈ തിരിയും പിടിച്ചുകൊണ്ട് നാം ദേവാലയത്തിലേക്ക് പോവുകയാണ്. 3 ഘട്ടങ്ങളായിട്ടാണ് പ്രദക്ഷിണം ദേവാലയത്തിനുള്ളിൽ പ്രവേശിക്കുക. ഓരോ ഘട്ടത്തിലും കാർമികൻ ക്രിസ്തുവിൻ പ്രകാശം എന്ന് പറയുമ്പോൾ ദൈവത്തിന് നന്ദി എന്ന് മറുപടി പറയണം. 2ാം ഘട്ടത്തിൽ എല്ലാവരും തിരികൾ കത്തിച്ചു പിടിച്ച് പ്രദക്ഷിണത്തിൽ പങ്കുചേരുന്നു. പ്രദക്ഷിണം അൾത്താരയിൽ എത്തുമ്പോൾ ക്രിസ്തുവിനാൽ ദൈവാലയം പ്രഭാപൂരിതമാകുന്നു എന്ന് അനുസ്മരിച്ചുകൊണ്ട് ദേവാലയ വിളക്കുകൾ തെളിയുന്നു. ക്രിസ്തുവിൻ പ്രകാശം
ക്രിസ്തുവിൻ പ്രകാശം ദൈവത്തിന്റെ രക്ഷയുടെ മനോഹാരിത അനുസ്മരിപ്പിക്കുന്ന സഭയുടെ സുന്ദര ഗീതമാണ് പെസഹ പ്രഘോഷണം. സ്വർഗത്തിലെ ദൈവദൂതന്മാരുടെ സന്തോഷ തിരമാല ഈ ഭൂമിയിലും ആഞ്ഞടിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ ഗീതത്തിലൂടെ. പാപാന്ധകാരത്തിന്റെ ഇരുൾമറ നീക്കി ക്രിസ്തുവിന്റെ ഭാസുര ദീപ്തിയാൽ മനുഷ്യരാശി രക്ഷയുടെ അനുഭവത്തിൽ സന്തോഷിക്കുന്നു. ദൈവത്തിലെ പദ്ധതി പൂർത്തീകരിക്കുവാൻ വേണ്ടി കാലാകാലങ്ങളായി ജനങ്ങളെ ഒരുങ്ങി കാത്തിരിക്കുകയായിരുന്നു ദൈവം. ആ പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവം ചെയ്ത നന്മകളോർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന പെസഹ പ്രഘോഷണത്തിൽ നമുക്ക് നന്ദി നിറഞ്ഞ മനസ്സോടെ ആഹ്ലാദഭരിതരായി പങ്കുചേരാം. ഈ സമയം മുഴുവൻ എല്ലാവരും കത്തിച്ച തിരികളുമായി എഴുന്നേറ്റ് നിൽക്കുന്നു. Amen.
പിതാവായ ദൈവം സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവിനെ അയക്കുകയും മനുഷ്യരെ മുഴുവൻ മക്കളെ എന്ന് വിളിക്കുകയും ചെയ്തു. ഈശോ കുരിശിൽ മരിച്ചപ്പോൾ ഹൃദയം തുറന്ന് രക്തത്തോടൊപ്പം ജലവും ഒഴുകിക്കൊണ്ട് തന്റെ ഹൃദയമാണ് കൂദാശകളുടെ ഉറവിടമെന്ന് വെളിപ്പെടുത്തി. നമ്മുടെ ജ്ഞാനസ്നാനത്തെ അനുസ്മരിപ്പിക്കുന്ന ഈ ജലത്തിന്റെ ആശീർവാദ കർമ്മത്തിൽ നമുക്ക് ഭക്തിയോടെ പങ്കുചേരാം. ദൈവമേ, അദൃശ്യ ശക്തിയാൽ കൂദാശകളുടെ അടയാളങ്ങളുടെ വിസ്മരണീയമായ ഫലമുളവാക്കുകയും ജ്ഞാനസ്നാനത്തിന്റെ കൃപ വെളിപ്പെടുത്തി അങ്ങേ സൃഷ്ടിയായ ജലത്തിന്റെ ഹൃദയത്തിൽ സജ്ജീകരിക്കുകയും ചെയ്തുവല്ലോ. ദൈവമേ, ലോകാരംഭം മുതലേ അങ്ങേ ആത്മാവ് ജലത്തിന് മീതെ വ്യാപിച്ചിരുന്നു. അങ്ങനെ വിശുദ്ധീകരണ ശക്തി ജലത്തിന്റെ സ്വഭാവത്തിൽ തന്നെ നിക്ഷിപ്തമാക്കിയല്ലോ. ദൈവമേ, ജലപ്രളയത്താൽ നവജന്മത്തിനെ ആദ്യരൂപം കാട്ടിത്തന്നു. അങ്ങനെ ജലത്തിന്റെ തന്നെ രഹസ്യം വഴി പാപത്തിന് അന്തവും പുണ്യത്തിന് ആരംഭവും കുറിച്ചു. ദൈവമേ, അബ്രഹാമിന്റെ സന്തതികളെ ചെങ്കടലിലൂടെ കാൽനടയാതെ മലകര കിടക്കുവാനിടയാക്കി അങ്ങനെ ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് വിമുക്തമായ ജനത്തെ ജ്ഞാനസ്നാനം സ്വീകരിച്ച ജനത്തിന്റെ പ്രതിരൂപമാക്കി. ദൈവമേ, അങ്ങേ പുത്രൻ യോർദാൻ നദിയിൽ വെച്ച് യോഹന്നാന്റെ സ്നാനമേറ്റ് പരിശുദ്ധാത്മാവിൽ അഭിഷിക്തനായി അവിടുന്ന് കുരിശിൽ തൂങ്ങിക്കിടക്കവേ അവിടുത്തെ പാർശ്വക്കുന്ന രക്തത്തോടൊപ്പം ജലം ഒഴുകുവാനും തിരുവുള്ളമായി അവിടുത്തെ ഉദ്ധാനത്തിന് ശേഷം അവിടുത്തെ ശിഷ്യന്മാരോട് കൽപ്പിച്ചു, നിങ്ങൾ പോയി സർവ്വജനങ്ങളെ പഠിപ്പിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവരെ ജ്ഞാനസ്നാനപ്പെടുത്തുവിൻ. അങ്ങേ സഭയുടെ മുഖം കടാക്ഷിക്കുകയും അവർക്ക് ജ്ഞാനസ്നാനം ചെയ്തുള്ള ദയാപൂർവ്വം തുറന്നു കൊടുക്കുകയും ചെയ്യണമേ. അങ്ങേ പിതാവിന്റെ കൃപ പരിശുദ്ധാത്മാവ് വഴി ഈ ജനം സ്വീകരിക്കട്ടെ. അങ്ങനെ അങ്ങേ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെടുകയും ജ്ഞാനസ്നാന കൂദാശ വഴി പഴയ സകലമായി നിന്ന് കഴുകപ്പെടുകയും ചെയ്ത മനുഷ്യൻ ജലത്താലും പരിശുദ്ധാത്മാവിനാലും ഒരു നവശിശുവായി രൂപാന്തരം പ്രാപിക്കണമെന്ന് നേടുമാറാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ നിർവൃത്തിയിലുള്ളവരിലേക്ക് കൈമാറട്ടെ. അങ്ങനെ ക്രിസ്തു ഒന്നിച്ച് ജ്ഞാനസ്നാനത്തിലൂടെ മരിച്ച് അടക്കം ചെയ്യപ്പെട്ടവരെല്ലാം അവിടുത്തെ ഒന്നിച്ച് ജീവനിലേക്ക് ഉദ്ധാനം ചെയ്യപ്പെടുമാറാകട്ടെ. ഞങ്ങൾ ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നത് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ.
ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഈസ്റ്ററിന്റെ മംഗളങ്ങൾ ഹൃദയപൂർവ്വം എല്ലാവർക്കും നേരുന്നു. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, എങ്ങനെ നോമ്പ് ആചരിച്ചു എന്നല്ല, നോമ്പിന് ശേഷം എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് പ്രസക്തമായിട്ടുള്ള ചോദ്യം. എന്തെങ്കിലുമൊക്കെ തിന്മകൾ ഉപേക്ഷിക്കുവാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് അതേപടി തന്നെ തുടരാൻ, വീണ്ടും ആ പാപങ്ങളിലേക്ക് മൂക്കുകുത്തി വീഴാതെ ബുദ്ധിതൽ നൽകുന്ന പ്രത്യാശയിൽ ജീവിക്കാൻ സാധിക്കുന്നുവെങ്കിലാണ് നമ്മുടെ നോമ്പിനും ഈ ആരാധനക്രമ അനുഷ്ഠാനങ്ങൾക്കുമൊക്കെ അർത്ഥമുണ്ടാകുന്നത്. അതുകൊണ്ട് അർത്ഥവത്തായി കർത്താവിൽ സന്തോഷിച്ചുകൊണ്ട് ഈ തിരുനാൾ ആഘോഷിക്കാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. കാലത്ത് 2 കുർബാനകളുണ്ട്, 6:30-ക്കും 8:30-ക്കും നമ്മുടെ ഭവനങ്ങളും. ഈ രാത്രിയിലെ ശുശ്രൂഷകളിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കാത്തവർക്കൊക്കെ 2 കുർബാനകളിലായിട്ട് പങ്കെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇന്ന് ഈ ദിവ്യബലിയുടെ അവസാനത്തിൽ കുറേയധികം പേർക്ക് നന്ദി പറയുവാനായിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി ഈ ദിവസം നമ്മളെ സഹായിച്ച ബഹുമാനപ്പെട്ട വൈദികരാണ്. നമ്മളിവിടെ ആയിരിക്കുന്ന സുപ്രിയാനോസ് അച്ഛൻ കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ മുതൽ ഇവിടുത്തെ എല്ലാ ശുശ്രൂഷകളും നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ബുധനാഴ്ച മുഴുവൻ സമയവും കുമ്പസാരിപ്പിക്കുവാനായിട്ട് അച്ഛൻ ഉണ്ടായിരുന്നു. നമുക്ക് ഈ വർഷം ഒത്തിരിയേറെ ആഗ്രഹിച്ച എല്ലാവർക്കും കുമ്പസാരിക്കുവാനായിട്ടുള്ള ക്രമീകരണം ഉണ്ടായിരുന്നു. ഇത്രയും ക്രമീകരണം ചെയ്തിട്ടും കുമ്പസാരിക്കാത്തവരുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ദീപികാന്റെ സ്വീകരിക്കാത്ത പലരും ഈ പള്ളിയിലും പരിസരത്തൊക്കെ ഇരിപ്പുണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും കുമ്പസാരിച്ചിട്ടുണ്ടാവില്ല എന്നാണ് കരുതുന്നത്. ഇതിൽ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നു. അതുകൊണ്ട് ആഗ്രഹിച്ച എല്ലാവർക്കും കുമ്പസാരിക്കാനുള്ള അവസരം ഒരുക്കി. അതിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ബഹുമാനപ്പെട്ട സുപ്രിയാനോസ് അച്ഛൻ തന്നെയാണ്. തുടർന്നുള്ള എല്ലാ തിരുക്കർമ്മങ്ങളും ഇന്നലെ അച്ഛൻ മുഖ്യ കാർമ്മികനായിരുന്നതും മറ്റ് ദിവസങ്ങളിലെല്ലാം അച്ഛൻ സഹകാർമ്മികനായിട്ടും മറ്റെല്ലാ ക്രമീകരണങ്ങളിൽ സഹായിച്ച് നമ്മുടെ കൂടെയായിരുന്നു. എല്ലാവരുടെയും പേര് അച്ഛന് ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ രാജീവച്ചൻ നമ്മുടെ ഇടവാംഗമാണ്. ഞാൻ വന്നതിന് ശേഷം കഴിഞ്ഞ വർഷം കൊറോണ കാലയളവിലൊഴികെ മറ്റു നമ്മുടെ എല്ലാ ആഘോഷങ്ങളിലും അച്ഛൻ സമയം കണ്ടെത്തി ഒരു ദിവസമെങ്കിലും നമ്മൾ കൂടി ആയിരിക്കാൻ അച്ഛൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാവരുടെയും പേരിൽ അച്ഛൻ നൽകിയ സന്ദേശം ശരിക്കും നമ്മൾ ഈസ്റ്റർ ക്രിസ്ത്യൻസ് എന്നാണ് ക്രിസ്ത്യാനികളെ വിളിക്കുക. പ്രത്യാശയോടെ ജീവിക്കുന്നവരാണ് ക്രിസ്ത്യാനി. പ്രത്യേകിച്ച് പ്രതികൂല സാഹചര്യങ്ങളിൽ പ്രത്യാശയോടെ ജീവിക്കുന്നവരെയാണ് ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടുവാനായിട്ട് യോഗ്യതയുള്ളത്. അച്ഛൻ്റെ സന്ദേശം ഏറ്റവും പ്രധാനമായിട്ട് അത്തരത്തിലുള്ളൊരു സന്ദേശമാണ് നമുക്ക് നൽകിയത്. എല്ലാവരുടെയും പേരിൽ അച്ഛൻ ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്നു. ഈ ദിവസങ്ങൾ സഹായിച്ച അച്ഛന്മാർക്കൊക്കെ ഞാൻ അതാത് ദിവസങ്ങളിൽ മറ്റുള്ളവർക്കെല്ലാം നന്ദി പറഞ്ഞതാണ്. എങ്കിലും ഒരിക്കൽ കൂടി നമ്മളെ സഹായിച്ച എല്ലാ അച്ഛന്മാരെയും ഞാൻ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഓശാന ഞായറാഴ്ച നമുക്ക് ഓല നൽകിയ ഭവനങ്ങളുണ്ട്. അവരെ നന്ദി കൂടി ഓർക്കുന്നു.
കാൽകഴുകൽ ശുശ്രൂഷയെ സംബന്ധിച്ച് സഹോദരങ്ങളുണ്ട്. അവർക്ക് നന്ദി പറയുന്നു. അവർക്ക് നൽകാനായിട്ട് ബ്രെഡ് നൽകിയ ജോസ്തി ഇൻഹോറെ കുടുംബത്തെ ഓർക്കുന്നു. കച്ച നൽകിയ ബിന്ദു ചെയ്യുന്നതിനെ ഓർക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് പെസഹാത്തിൽ എത്തിച്ചിരിക്കുന്നത് ആന്റണി സെമിയറി നൽകിയിരിക്കുന്നതാണ്. അദ്ദേഹത്തെ നന്ദിയോടെ ഓർക്കുന്നു. നഗരകാണിക്കൽ ശുശ്രൂഷയുടെ ക്രമീകരണങ്ങൾക്ക് വേണ്ടി സഹായിച്ച വിൻസെന്റ് പോൾ സൊസൈറ്റി അംഗങ്ങളെ, അവരോട് ചേർന്ന് പ്രവർത്തിച്ച മറ്റെല്ലാ അംഗങ്ങളെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. ഇന്നത്തെ ഈ ബലിയിൽ കാഴ്ചവെപ്പ് നടത്തിയത് പാരിഷ് കൗൺസിൽ അംഗങ്ങളാണ്. ഏതാനും പേര് വൈകുന്നേരം വന്ന് ക്ലിനിക്ക് നടത്തിയിരുന്നു. അവർക്ക് നന്ദി പറയുന്നു. ഈ ദിവസങ്ങളിലെ എല്ലാ ക്രമീകരണങ്ങളെയും ഡെക്കറേഷനൊക്കെ പുറകില് പ്രവർത്തിച്ചത് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഫിനാൻസ് കമ്മിറ്റി അംഗങ്ങളും പാരിഷ് കൗൺസിൽ സെക്രട്ടറിയും ഒക്കെ ഉണ്ട്. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും പാരിഷ് കൗൺസിൽ സെക്രട്ടറിക്കും ഫിനാൻസ് കമ്മിറ്റി അംഗങ്ങൾക്കും ഈ ദിവസങ്ങളിലെ എല്ലാ ദിവസങ്ങളിലെയും ക്രമീകരണങ്ങൾക്ക് വേണ്ടി ഒത്തിരിയേറെ മണിക്കൂറുകൾ അവരുടെ ദേവാലയത്തിൽ ചെലവഴിച്ചിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്നു. ഈ ദിവസങ്ങളെ കൊയറുകൾ നമ്മളെ സഹായിച്ച കൊയർ അംഗങ്ങൾക്കും അൾത്താരയിലെ ശുശ്രൂഷകർക്കും ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഈ ദിവസങ്ങൾ മനോഹരമാക്കാൻ സഹായിച്ച ഓരോരുത്തർക്കും ഞാൻ ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്നു. കർത്താവ് നിങ്ങളോട് കൂടെ കർത്താവേ, അങ്ങേ സ്നേഹത്തിന്റെ ചൈതന്യം ഞങ്ങളിൽ ചൊരിയണമേ. ഈ പെസഹാദിനത്തിൽ അവിടുത്തെ കരുണത്താൽ നിങ്ങളെ അനുഗ്രഹിക്കുകയും പാപത്തിന്റെ എല്ലാവിധ ഉപദ്രവങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. തന്റെ ഏകസുന്ദരവിധാനത്താൽ നിത്യജീവിതത്തിലേക്ക് നിങ്ങളെ പുനരുദ്ധരിക്കുന്ന ദൈവം അമർത്യതയുടെ സമ്മാനങ്ങൾ നിറയ്ക്കുമാറാകട്ടെ. കർത്താവിന്റെ പീഡാസഹന ദിനങ്ങൾ കഴിഞ്ഞ് പെസഹാ മഹോത്സവത്തിന്റെ സന്തോഷം ആഘോഷിക്കുന്ന നിങ്ങൾ അവിടുത്തെ സഹായത്താൽ നിത്യാനന്ദത്തിൽ ആഘോഷിക്കപ്പെടുന്ന മഹോത്സവങ്ങളിലേക്ക് ആഹ്ലാദഭരിതനായി എത്തിച്ചേരുമാറാകട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സമാപിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ.